ഗുണ്ടാ ഭീഷണിയാണ്. CPM-ന്റെ ഭീഷണി മൂലം നോമിനേഷൻ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളത്. രണ്ട് തലങ്ങളുണ്ട് അതിന്. ഒന്ന്, കോൺഗ്രസ് പോലെ വലിയൊരു പ്രസ്ഥാനത്തിന് ആരുടെയെങ്കിലും ഭീഷണിയുടെ മുന്നിൽ നോമിനേഷൻ കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമില്ല എന്ന് പറയുന്നത് നാണക്കേടാണ്. രണ്ടാമത്തേത്, അങ്ങനെ ഒരു സാഹചര്യമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരാതികളുമായി മുന്നോട്ട് പോകണം. ഇപ്പോൾ ഗുണ്ടായിസം കാണിക്കുന്നു എന്നുള്ള പരാതിയാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് എന്നുള്ള വിമർശനമാണ് ഉന്നയിക്കുന്നത്. അതിനുതകുന്ന സാഹചര്യം എന്താണ് കണ്ണൂരിൽ? കണ്ണൂരിൽ നിങ്ങൾ ഈ കോർപ്പറേഷനിലൊക്കെ പാർട്ടി കോട്ടയിൽ മുട്ടി നിൽക്കുന്നവരല്ലേ? ശ്രീമതി മാധു, ഇപ്പോൾ കണ്ണൂരിലെ രാഷ്ട്രീയം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ. കണ്ണൂരിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ജനാധിപത്യപരമായിട്ടുള്ള വോട്ടവകാശം ജനങ്ങൾക്ക് കിട്ടിയത് തന്നെ ഈ അടുത്ത കാലത്താണ്. പല CPM കോട്ടകളിലും കടന്നു കയറാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ഏറ്റവും ഭീകരമായ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം നടത്തി ഏകപക്ഷീയമായി ഏകാധിപത്യപരമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട ചരിത്രമാണ് പഴയ കാലത്തുള്ളത്. നമ്മുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ കാലം കുറച്ച് മാറിയിരുന്നു. പക്ഷേ ഇപ്പോഴും വീണ്ടും ആ രൂപത്തിൽ ആന്തൂർ മലപ്പെട്ട എന്ന് പറയുന്നത് CPM-ന്റെ പാർട്ടി കോട്ട എന്നുള്ളതാണ് അവർ എക്കാലം അത്രയും പറയുന്നത്. ആ രൂപത്തിലാണ് അവിടുത്തെ പാർട്ടി പ്രവർത്തനം. ആന്തൂർ എന്ന് പറയുന്ന ഈ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലാണ്. ആ തളിപ്പറമ്പ് നിയോജക MLA ഇന്ന് പാർട്ടി സെക്രട്ടറിയാണ്. ആ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ഉൾപ്പെടെ PK ശ്യാമള ഉൾപ്പെടെയാണ് ഈ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ആ ആന്തൂരിലും മലപ്പട്ടത്തുൾപ്പെടെയുള്ള പ്രദേശങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങൾ അത് നാണക്കേടാണെന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ജനാധിപത്യപരമായി ഒരാൾക്ക് മത്സരിക്കാനുള്ള ഒരു പൗരൻ്റെ അവകാശമാണ്. ആ അവകാശത്തെ പ്രത്യേകിച്ച് പാർട്ടി ഗ്രാമങ്ങളിൽ പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിൻ്റെ പ്രയാസം ആ നാട്ടിലെ സാധാരണക്കാരെ ആളുകളുടെ പ്രയാസത്തിലാണെന്ന് ശ്രീമതി മാധുവിന് അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത്രയേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അതിജീവിച്ചാണ് അവിടെ ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഒരു സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്താൽ, സ്ഥാനാർത്ഥിയെ പിന്താങ്ങിയാൽ അവരെ വീടിനകത്തേക്ക് റീത്ത് വെക്കുക, അവരുടെ കിണറിൽ മലമൂത്ര വിസർജനം നടത്തുക, അതോടൊപ്പം തന്നെ പൂച്ചയെ കൊന്നിടുക, അത്തരത്തിലുള്ള ഏറ്റവും ഹീനമായ പ്രവർത്തനം നടത്തുക, സാമൂഹ്യ ഭ്രഷ്ട് കൽപ്പിക്കുക, ആ രൂപത്തിലുള്ള ഏകാധിപത്യ പ്രവർത്തനം നടത്തുന്ന പ്രധാനപ്പെട്ട CPM-ന്റെ പാർട്ടി കോട്ടകളാണ് ഈ ആന്തൂർ. ആന്തൂർ എന്ന് പറയുന്ന പേര് പാർട്ടിയുടെ ഏകാധിപത്യം എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള പേരല്ല. ജനാധിപത്യപരമായ അവകാശങ്ങളെ ചവിട്ടി മതിച്ച നാടാണ്. പക്ഷേ അവിടെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവിടുത്തെ പ്രവർത്തകന്മാർ തങ്ങളുടെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ടാണ് ആന്തൂർ പോലെയുള്ള സ്ഥലത്ത് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു മണ്ഡലം പ്രസിഡന്റ് ശ്രീ ആന്തൂർ ദാസേട്ടൻ, ആ ആന്തൂരിൽ ഏറ്റവും ജനകീയനായ നേതാവായിരുന്നു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിരുന്നു. ശ്രീ ഗോവിന്ദൻ മാഷയുടെ നേതൃത്വത്തിൽ അറിവോടുകൂടിയാണ് അദ്ദേഹത്തെ അക്കാലത്ത് പാർട്ടി ഗുണ്ടകൾ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ ആന്തൂർ ദാസൻ എന്ന് പറയുന്ന രക്തസാക്ഷിയുടെ മണ്ണാണ് ഈ ആന്തൂർ. അവിടെയാണ് ഞങ്ങൾ ഇത്രയും ഏകാധിപത്യപരമായി പ്രവർത്തിക്കുമ്പോഴും അവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ മുമ്പോട്ട് പോകുന്നത്. ഇന്നലെ സംഭവിച്ചെന്താണ്? അവിടെ ഇന്നലെ 10 പേരടങ്ങുന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥി ലിവ്യ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ 10 പേരടങ്ങുന്ന സംഘം അവർ തട്ടിക്കൊണ്ടുപോയി അവരെ പാർട്ടി ഓഫീസിൽ പാർപ്പിക്കുകയാണ്. അത് മാത്രമല്ല, പിന്താങ്ങിയ ആളുകളെ പ്രത്യേകിച്ച് വാർഡ് 18 തളി വാർഡിലെ മുനിസിപ്പൽ വൈസ് ചെയർമാനായി മത്സരിക്കേണ്ട സ്ഥാനാർത്ഥിയുടെ റൂമിൽ കൊണ്ടുപോയി, അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അയാൾ അവിടെ ഭീഷണിപ്പെടുത്തി അവിടെ ഇരുത്തുകയാണ്. നേതൃത്വം കൊടുക്കുന്നത് ആരാ? പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ശ്യാമള ടീച്ചറാണ്. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളൊരു കാര്യം പറയാം, ഈ തെരഞ്ഞെടുപ്പിനകത്ത് CPM വാട്ടർലൂവാൻ പോവാണ്. ഇതുപോലെ നാണം കെട്ടൊരു തെരഞ്ഞെടുപ്പ് CPM നേരിട്ടില്ല. ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കെട്ട് ഘോഷയാത്ര പോലെ ഓരോ CPM നേതാക്കളും ജയിലിലേക്ക് പോകുന്നു. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിലേക്കുള്ള വലിയ പ്രതിസന്ധി ഇവിടെ ഉണ്ടാകുന്നു. ആരോഗ്യ മേഖല ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളെല്ലാം വലിയ പ്രതിസന്ധിയാണ്. മാത്രമല്ല, ഇവിടെ BJP-യും CPM-ഉം തമ്മിലുള്ള കൂട്ടുകച്ചവടം നടക്കുന്നു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് RSS-ന് കേരളത്തെ പാട്ടത്തിന് കൊടുക്കാൻ തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുന്നു. RSS-ന് വളരാനുള്ള സാഹചര്യം പിണറായി വിജയൻ ഒരുക്കി കൊടുക്കുന്നു. അങ്ങനെ DGP ആയ നരേന്ദ്രമോദിയുടെ സെക്യൂരിറ്റി ചീഫിനെ DGP ആക്കുന്നു. RSS-ന് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു. അങ്ങനെയെല്ലാമുള്ള ഈ നാട്ടിൽ അതിശക്തമായി പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ ഈ നാട്ടിൽ ഇടതുപക്ഷത്തിനായുള്ള വലിയ പോരാട്ടങ്ങൾ നേതൃത്വം കൊടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെ ഞങ്ങളിതാ ഇവിടെ ജയിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് ഇവിടെ എതിരില്ല, ഞങ്ങളാണ് ഈ പിണറായി വിജയൻ സർക്കാരിനെ അനുകൂലിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ നിന്ന് കാണിക്കുന്ന ഏറ്റവും നെറികെട്ട പ്രവർത്തനമാണ് ഇവിടെ. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പറയുന്ന ആന്തൂര് രൂപപ്പെട്ടതിനു ശേഷമുള്ള 2 തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളില്ലാതെ വിജയിക്കപ്പെട്ട വാർഡുകൾ ഇതിൽ കൂടുതലാണ്. ഇത്തവണയാണ് ഈ പറയുന്ന 2 എന്ന നിലയ്ക്ക് നിൽക്കുന്നത്. ഇതിനു മുൻപ് ഇതിൽ കൂടുതലാണല്ലോ. അപ്പോൾ ഇപ്പൊ 2015 ആദ്യ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 28 വാർഡിൽ 14 LDF എതിരില്ലാത്ത വിജയം നേടി. 2020 അത് 6 ഒതുങ്ങി. അതിപ്പോ 2 മാറുകയാണ്. അപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് അവിടെ മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയുന്ന സംഘടനാ സംവിധാനമില്ല. 10 വർഷം അധികാരത്തിന് പുറത്തു നിന്നിട്ടും ആ സംഘടനാ സംവിധാനം വിപുലപ്പെടുത്താൻ നിങ്ങൾക്കൊട്ട് കഴിഞ്ഞിട്ടുമില്ല. ശ്രീമതി മാധു, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ ചാനൽ ചർച്ചയിൽ എന്നോട് ചോദിക്കുന്ന പോലെ ആന്തൂരിൽ പോയി നിങ്ങളൊന്ന് അതിൻ്റെ രാഷ്ട്രീയ നടത്തുക. അവിടുത്തെ സാധാരണക്കാരാണ്.
അവർക്ക് ആയുധവും ബോംബും 58 വെട്ടുകൊട്ടുന്ന ആയുധങ്ങളൊന്നുമില്ല. അവിടെ CPM-ന്റെ നേതൃത്വം എന്ന് പറയുന്നത് സാജൻ എന്ന് പറയുന്നത് CPM കാരൻ തന്നെ. ആന്തൂരിൽ പാവപ്പെട്ടവൻ ഒരു ഗൾഫിൽ പോയി ജോലി ചെയ്ത് ഒരു സ്ഥാപനം മുടക്കിയപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്ത് പാർട്ടിക്കാരനാണ്. ആന്തൂരിലാണ് സംഭവം. ഈ ആന്തൂരാണ് ഈ പറയുന്ന പ്രദേശം. CPM-ന്റെ ഏകാധിപത്യ കോട്ടകളുണ്ട് ഞങ്ങൾ അവിടെയാണ് 16-ന് 6 ഇപ്പോൾ 2-ലേക്ക് നിൽക്കുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തകന്മാർ നടത്തിയ ത്യാഗമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അറിയൂ, ഈ ആന്തൂർ ഉൾപ്പെടെയുള്ള ഈ തളിപ്പറമ്പിൽ 8000 വോട്ടിന്റെ ലീഡാണ് K. സുധാകരന്. ആ സുധാകരന് ആന്തൂർ ഉൾപ്പെടെ കിട്ടിയ വോട്ട്, കൈപ്പത്തിയിൽ ചെയ്ത വോട്ട് സഖാക്കളാണ്. അപ്പോൾ അവിടുത്തെ സഖാക്കൾ ഉൾപ്പെടെ ഈ നാട്ടിലെ പാർട്ടി സെക്രട്ടറിക്കും പാർട്ടി ഈ മുഖ്യമന്ത്രിക്കും എതിരെ ചിന്തിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഈ രൂപത്തിൽ അവിടെ സഖാക്കൾക്കിടയിൽ പോലും വലിയ പ്രതിഷേധമാണ്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് നോക്കൂ, അവിടെ നിങ്ങൾ ഓപ്പൺ വോട്ട് ചെയ്യുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ രൂപത്തിൽ ഓപ്പൺ വോട്ട് ചെയ്ത പല സ്ഥലത്തും ഓപ്പൺ വോട്ട് ചെയ്ത ആളുകളൊക്കെ K. സുധാകരനെ വോട്ട് ചെയ്തത് ഞങ്ങൾക്കതിൽ തെളിവുണ്ട്, അനുഭവമുണ്ട്. അതുകൊണ്ടാണ് K. സുധാകരൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കഴിയില്ല, അവിടെ ഉറുമ്പ് ഞെരിയുന്നത് പോലെ പോകും തുടങ്ങിയ ഒരുപാട് ഭീഷണികൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുതിർന്ന നേതാക്കൾ പോയി നിൽക്കുന്നേ, അപ്പോ വരില്ലല്ലോ ഈ ഭീഷണി. ഇപ്പോ ഇവിടെ മേയർ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് K. ശബരിനാഥനല്ലേ? നിങ്ങൾ മുതിർന്ന നേതാക്കൾക്ക് പോയി നിൽക്കാമല്ലോ. ഇത് പോലീസുമുള്ള സംവിധാനമല്ലേ? ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ കഴിയില്ല ഞങ്ങൾക്ക്, അതിനുള്ള സംവിധാനം. പറയട്ടെ മാധു അല്ലല്ല, അങ്ങനെ ശബരിനാഥൻ മത്സരിച്ച തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ആന്തൂരിൽ വലിയ നേതാക്കന്മാർ അവിടെ ഇല്ല. അവർക്ക് മുനിസിപ്പാലിറ്റി മത്സരിക്കണമെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ വോട്ടുള്ളവർക്കേ മുനിസിപ്പാലിറ്റി മത്സരിക്കാൻ പറ്റൂ. പഞ്ചായത്തിൽ വോട്ടുള്ളവർക്ക് മത്സരിക്കാൻ പറ്റില്ല. ആന്തൂരിലെ പാർട്ടിക്കാരായ ആളുകൾക്ക് മാത്രമേ അവിടെ മത്സരിക്കാൻ പറ്റൂ. അല്ലാതെ ഇവിടുന്ന് റിജിൽമ എനിക്ക് പോയി അവിടെ മത്സരിക്കാനോ അല്ലെ K. സുധാകരൻ പോയി മത്സരിക്കാനോ പറ്റില്ലല്ലോ. അദ്ദേഹത്തിന്റെ വോട്ട് കോർപ്പറേഷനിലാണ്, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അവിടെയുള്ള പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകൾ, UDF-ന്റെ ആളുകൾ അവിടെ മത്സരിക്കുന്നുണ്ട്, വോട്ടുള്ളവർ മത്സരിക്കുന്നുണ്ട്. ഒരു തർക്കമില്ല. പാർട്ടി കോട്ടകളിൽ തന്നെയാണ് അവരൊക്കെ തന്നെ മത്സരിക്കുന്നത്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് മത്സരിക്കാൻ ഭയമൊന്നുമില്ല ഞങ്ങൾക്കൊന്നും. അങ്ങനെ മത്സരിച്ചുകൊണ്ട് തന്നെയാണ് ആ കണ്ണൂരിലെ പാർട്ടി കോട്ടയിൽ ഈ രൂപത്തിലേക്ക് കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും ശക്തമായി മുമ്പോട്ട് വന്നത്. പോരാടിയും കൊണ്ടും കൊടുത്തും പോരടിച്ചും തന്നെയാണ് ഈ കോൺഗ്രസിന്റെ ഐക്യജനാധിപത്യ മുന്നണി അസ്തിത്വം ഞങ്ങൾ അവിടെ കാത്തു സൂക്ഷിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 16-ന് 6-ന് 2-ലേക്ക് എത്തിയെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ ത്യാഗോജ്ജലം പ്രവർത്തനമാണ്. അത് നിങ്ങൾ കാണണം. ശരി.